പ്രകൃതിയിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയപ്പോൾ, മനസ്സോടിച്ചു നോക്കിയപ്പോൾ എത്രമാത്രം വിസ്മയങ്ങളും വ്യത്യാസങ്ങളും ആണ് ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്നത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റി. എത്ര തരം ചെടികൾ, നിറങ്ങൾ, പൂക്കൾ, മണങ്ങൾ. പ്രകൃതി ഇത്ര കണ്ട് മനോഹരിയാവുന്നത് ഈ വ്യത്യസ്തത കൊണ്ട് തന്നെ. ഓരോ ചെടികൾക്കും പെരുകാനും പല ഇനങ്ങളിലേക്ക് എത്തിച്ചേർന്ന് സ്വന്തം ഇനത്തെ നിലനിർത്താനും വ്യത്യസ്തവും പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നതുമായ പല മാർഗങ്ങൾ ഉണ്ട്. വിത്തുകൾ പലയിടങ്ങളിലേക്ക് എത്തിക്കാനും പ്രകൃതിക്ക് അതിൻ്റെ രീതികൾ ഉണ്ട്. മാംസളമായ ഭാഗങ്ങൾ കൊണ്ട് പൊതിഞ്ഞ് പക്ഷികളെയും മൃഗങ്ങളെയും ആകർഷിച്ച് അവയോടൊപ്പം പലയിടങ്ങളിലേക്ക് ചേക്കേറാൻ വിത്തുകൾക്ക് കഴിയുന്നു. മധുരമൂറുന്ന കനികൾ തേടിവരുന്ന പക്ഷികളും മറ്റു ജീവികളും അവരറിയാതെ തന്നെ വിത്തുകളെ അതിനെ അനുയോജ്യമായ ഇടങ്ങളിലേക്ക് എത്തിക്കുന്നു. പുതിയ ഇടത്ത് കരുത്തുറ്റൊരു മരമായി വളരാനും അവയെ സഹായിക്കുന്നു. പരസ്പര സഹായ സഹകരണം തൻ്റെ മറ്റൊരു നിയമം എന്ന് പ്രകൃതി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. കാറ്റിൽ പറന്നു തൻ്റെ ഇടങ്ങൾ കണ്ടെത്തുന്നവ, വെള്ളത്തിൽ ഒഴുകി മറുകര തേടുന്നവ, പിന്നെയും വൈവിധ്യങ്ങൾ ഏറെ. കാറ്റിനൊപ്പം പറക്കാൻ ഭാരമേറുമില്ലാത്ത രൂപം പുൽക്കണമെന്ന പ്രകൃതിയെ ആരും പഠിപ്പിക്കേണ്ടതില്ല. പാറി പറന്നു അവ വിത്തുകൾ വിതരണം ചെയ്യുന്നു. വെള്ളത്തിൽ ഒഴുകിപ്പോകാൻ പൊങ്ങിക്കിടക്കാനൊതുങ്ങും വിധം സാന്ദ്രത കൈവരിക്കാനും പാഠശാലകളോ ശാസ്ത്ര പഠനങ്ങളോ പ്രകൃതിയിലേക്കില്ല. എങ്കിലും പ്രകൃതി തന്നെയാണ് ശാസ്ത്രം. പലയിടങ്ങളിൽ പറ്റിപ്പിടിച്ചും പൊട്ടിത്തെറിച്ചും തൻ്റെ ഇടങ്ങൾ തേടി പലതരം വിത്തുകൾ യാത്ര തിരിച്ചിറങ്ങുന്നു. പ്രകൃതിയുടെ യാത്രകൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. വായിച്ചു തീരാത്ത കൗതുകം നിറഞ്ഞൊരു പുസ്തകമായി ഞാൻ പ്രകൃതിയെ മുത്തിമണത്തുകൊണ്ട് ചേർത്തു പിടിക്കുന്നു.